പ്രോബ്ലംസ് ആൻഡ് റെമഡീസ് ഓഫ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഒരു റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്നതിൽ വേർഡ്സ് സ്കിപ്പായി പോകുന്നതാണ്. അതിൻ്റെ റെമഡി ആയിട്ട് പറയുന്നത് സ്കാൻ കംപ്ലീറ്റ് വേർഡ്, അതായത് ഒരു ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് വായിക്കുന്നത് ഫുള്ളായിട്ട് സ്കാൻ ചെയ്യാം. ഇനി അടുത്ത പ്രോബ്ലമാണ് അഡീഷൻ. അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടുള്ള വേർഡ്സ്, സൗണ്ട്സ് അതൊക്കെ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ റെമഡി ആയിട്ട് പറയുന്നത് കോറൽ റീഡിങ്. കോറൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് വായിക്കുക. പിന്നെ ഒരു റെമഡിയാണ് റീഡ് അലോങ് റെക്കോർഡഡ് പാസേജസ്, അതായത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു പാസേജസിൻ്റെ കൂടെ വായിക്കുക എന്നുള്ളത്. അടുത്ത പ്രോബ്ലം സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലെറ്റേഴ്സ് അല്ലെങ്കിൽ ചില വേർഡ്സിൻ്റെ പാർട്സൊക്കെ മിസ്സായി പോകുന്നതാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റെമഡീസ് ആയിട്ട് പറയുന്നത് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ റൈമിങ് യൂസ് ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ ഓർത്തിരിക്കാനായിട്ട് ആ വേർഡ്സ് ഓർത്തിരിക്കാനായിട്ട് കഴിയും. ഇനി അടുത്ത പ്രോബ്ലമാണ് റിപ്പീറ്റിഷൻ. റിപ്പീറ്റിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെമഡീസ് ആയിട്ട് പറയുന്നത് സൈലൻറ്റ് റീഡിങ് എൻകറേജ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രേസ് കാർഡ്സ് യൂസ് ചെയ്യുക. ഇനി അടുത്ത പ്രോബ്ലമാണ് റിവേഴ്സൽ. റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലെറ്റേഴ്സ് തിരിച്ച് വായിക്കും, അതായത് ബീനെ ഡി ആയിട്ട് വായിക്കുക, പീനെ ക്യൂ ആയിട്ട് വായിക്കുക. അങ്ങനെ വായിക്കുന്നതാണ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അതിൻ്റെ റെമഡി ആയിട്ട് പറയുന്നത് എസ്റ്റാബ്ലിഷ് കോൺസെപ്റ്റ് ഓഫ് റൈറ്റ് ലെഫ്റ്റ് ബൈ യൂസിങ് മോട്ടോർ മൂവ്മെൻറ്റ്. മോട്ടോർ മൂവ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് പോയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വരച്ചിട്ടോ കറക്റ്റായിട്ട് ആ ഒരു കോൺസെപ്റ്റ് ലെഫ്റ്റിലേക്ക് വന്നാൽ എന്താണ് വായിക്കുക, റൈറ്റിലേക്ക് വന്നാൽ എന്താണ് വായിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രോബ്ലമാണ് ഇൻക്രീസ് പേസ്, അതായത് വളരെ സ്ലോ ആയിട്ട് വായിക്കുക എന്നുള്ളത്. അതിൻ്റെ റെമഡീസാണ് മൂവ് പീസ് ഓഫ് പേപ്പർ, അതായത് വായിക്കുന്നതിൻ്റെ അടിയിൽ ഒരു ചെറിയ പീസ് പേപ്പർ വെച്ചിട്ട് വായിക്കുക എന്നുള്ളത്. അടുത്ത റെമഡിയാണ് കോറൽ റീഡിങ്. കോറൽ റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയോ ടീച്ചറുടെ കൂടെയോ ഒന്നിച്ച് വായിക്കുക എന്നുള്ളത്. ഇനി അടുത്തത് സൗണ്ട് ബ്ലെൻഡിങ്. സൗണ്ട് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സും സൗണ്ടും കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവാതിരിക്കുക, അതായത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവാതിരിക്കുക. അപ്പോൾ അതിൻ്റെ റെമഡീസ് ആയിട്ട് പറയുന്നത് ഒന്നാമത്തത് ക്ലൂ. നമുക്കൊരു ക്ലൂ കൊടുക്കാം, എന്നാൽ വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ അതിനൊരു ക്ലൂ കൊടുക്കാം. പിന്നെ ഒരു റെമഡി ആയിട്ട് പറയുന്നത് ഹോൾ വേർഡ് മെത്തഡോളജി, അതായത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പഠിപ്പിക്കാം. അതുപോലെ തന്നെ ഓരോ ലെറ്റേഴ്സായിട്ട് വായിക്കാതെ ഹോൾ വേർഡ് ഒന്നിച്ച് വായിക്കാനായിട്ട് പഠിപ്പിക്കാം. ഇനി അടുത്ത പ്രോബ്ലമാണ് പ്രീ റീഡിങ് സ്കിൽസ്. നമ്മൾ വായിച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് സ്കിൽസ് അത്യാവശ്യമാണ്, അതായത് ഫൗണ്ടേഷണൽ സ്കിൽസ് വേണം. അതിൻ്റെ റെമഡീസ് ആയിട്ട് പറയുന്നതാണ് വിഷ്വൽ ട്രാക്കിംഗ് ഫ്രം ലെഫ്റ്റ് റൈറ്റ്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആ ഒരു ട്രാക്കിംഗ് കറക്റ്റായിട്ട് പഠിപ്പിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത റെമഡിയാണ് ഐ ഹാൻഡ് മോട്ടോർ കോർഡിനേഷൻ. നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് കൈവയ്ക്കാനും അതിലേക്ക് തന്നെ നമ്മുടെ വിഷനും എത്തണം. ഇനി അടുത്ത റെമഡിയാണ് ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ. ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് റെമഡിയാണ് ലിസണിങ് സ്കിൽസ്. ലിസണിങ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു അറ്റൻഷനോട് കൂടി കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത പ്രോബ്ലമാണ് ഇനീഷ്യൽ റീഡിങ്. ഇനീഷ്യൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിന് റെമഡീസ് ആയിട്ട് പറയുന്നത് ലെറ്റർ സൗണ്ട് അസോസിയേഷൻ, കൂട്ടി വായിക്കാനായിട്ട് പഠിക്കണം. പിന്നെ അടുത്തതാണ് സൈറ്റ് വേർഡ് വൊക്കാബുലറി. സൈറ്റ് വേർഡ് വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. ഇനി ലാസ്റ്റ് പ്രോബ്ലമാണ് ഡെവലപ്പിംഗ് റീഡിംഗ് സ്കിൽസ്. റീഡിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ റെമഡീസ് ആയിട്ട് പറയുന്നത് സൈലൻറ്റ് റീഡിങ്, പിന്നെ ഫ്ലുവൻ്റ് ആയിരിക്കണം. പിന്നെ വൈഡ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുക്സ് വായിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് വൺ റിഫൈൻമെൻറ്റ്, ക്രിറ്റിക്കൽ റീഡിംഗ് സ്കിൽ, അതായത് ഡിസ്കഷൻസ് നടത്തുക, അതുപോലെ തന്നെ ടെക്സ്റ്റ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. ഇതിലൊക്കെ കൂടെ നമുക്ക് ക്രിറ്റിക്കൽ റീഡിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. താങ്ക് യു.